ഓണം വെക്കേഷനൊക്കെ തുടങ്ങിയപ്പോൾ വേഗം ബാഗ് പാക്ക് ചെയ്ത് വിട്ടാ വേണം തന്നെയല്ല വീട്ടിലേക്ക് പോകാനാണ്. വേറെ ഒത്തിരി സാധനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, അത് സഞ്ചിയിലൂട്ടേ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? എന്തിനാ പോണേ? ആരുടെ കൂടെ? ചുണ്ടിൻ്റെ അവിടെ എന്തോ പിടിച്ച് കടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് കേട്ടോ. ചുറ്റും ചാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെക്കായിരുന്നു. ഉച്ചത്തൊട്ട് കാത്തിരിക്കാൻ തുടങ്ങിയെടുത്താട്ടോ അച്ഛനും ചേട്ടനും. പിന്നെ അവര് സിനിമയ്ക്കൊക്കെ പോയിക്കായിരുന്നു. മോഹൻലാലിന്റെ പുതിയ സിനിമയുണ്ടല്ലോ, അത് കണ്ടിട്ടാണ് വരണത്. അപ്പൊ ഒത്തിരി ലേറ്റ് ആയി ദേവരണു പറഞ്ഞ് കാണാണ്ടായപ്പോ നമ്മള് ടി വി വെച്ചിരുന്നുട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് കണ്ടത്. അപ്പൊ അത് ഓൺ ചെയ്തിട്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛനെ അന്വേഷിച്ചിട്ട് നമ്മള് റോട്ടിക്കൊക്കെ അടങ്ങാൻ തുടങ്ങി. ഇപ്പത്തെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തോണ്ട് ഈ ബ്ലോക്ക് കാരണം ലാസ്റ്റ് എത്തിപ്പെട്ടു കേട്ടോ. വണ്ടി ഇങ്ങോട്ട് കാണുന്നപ്പോ തന്നെ ഇവിടെ ഒരാൾക്ക് നാണം വന്നിട്ട് കേട്ടോ. അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി, എന്താ നാണം, കുറച്ച് നാണക്കുട്ടനാണ് കേട്ടോ നമ്മുടെ നീരപ്പൻ. ഒരു ഫിഷ് ടാങ്ക് പോലത്തെ മറ്റേ ബൗളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ചില്ലിന്റെ, അതും പിന്നെ കുറച്ച് പെബിൾസും സംഭവങ്ങളും അതൊന്നും എടുത്ത് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു നേരം പോക്ക് വേണ്ടേ, രണ്ട് മീനെ വളർത്താന്ന് വിചാരിച്ചിട്ടാണ്. ചേട്ടനെ അച്ഛനൊക്കെ പിടിച്ചെടുത്തി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. കാരണം വരുമ്പോ തന്നെ ഇങ്ങനെ ബ്ലോക്ക് അപ്പ് പോകുമ്പോ എന്താവുന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. വിളിക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഈ സൈക്കിളൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നീരപ്പന് കോളരിയിൽ എത്തിക്കഴിഞ്ഞാൽ തീരെ നേരം പോക്കില്ല. അപ്പോൾ ഈ സൈക്കിൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ചവിട്ടാലോ. നമ്മൾ ഇറങ്ങണ സമയമായി ഇപ്പം ആൻറ്റിമാരനെയൊക്കെ വിളിച്ചിട്ട് ആദ്യം ബൈ ബൈ ഒക്കെ പറയാണ്, ഹാപ്പി ഓണൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഇങ്ങോട്ട് പോകുന്നത്. മൂന്നാളുടെയും മടിയിലായിട്ടാണ് കേട്ടോ സൈക്കിൾ കുത്തിക്കയറ്റി വെച്ചേക്കണത്. അതിന് സപ്പോർട്ട് വീലും കൂടി ഉള്ളതുകൊണ്ടേ കുറച്ച് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ മെല്ലെ ആട്ടോ വണ്ടി എടുത്ത്, അതുകൊണ്ട് തന്നെ വലിയ കുത്തി കുലുക്കൊണ്ടായിരുന്നില്ല. പക്ഷെ മെല്ലെ എത്തിയിട്ടുള്ളൂ വീട്ടിൽ മാത്രം. നടന്നുപോയി. നമ്മളൊരു ബക്കറ്റ് ബിരിയാണിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനെ സിനിമ കഴിഞ്ഞ് വന്നിട്ട് വിശന്നിട്ട് വയ്യേ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഞാനേ സൈക്കിൾ റോഡിൽ ഓടിക്കണേ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ കുത്തിക്കയറ്റി വണ്ടി ഉള്ളിലേക്ക് എടുത്തു. പിന്നെ ആകെ പറയാറിയണ സമയം 5:15 എന്നാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴും 5:15 എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നടക്കാൻ പറ്റിയത്. എത്തിപ്പെട്ട ആറരയ്ക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്കൊക്കെ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ എന്തോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. അവൻ മേടിച്ചു കൊടുത്ത മുണ്ടും ഷർട്ടും കയ്യോടെ നീരവന് കൊടുത്തു. പിന്നെ ഒരു പുലിനകും സ്വർണ്ണമാലകൾ പോലത്തെ വേറെ മാല, ഇത് ഫാൻസിയാണ് കേട്ടോ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടെ ടിപ്പായിട്ട് 2 പാക്കറ്റ് ബൂസ്റ്റും കൂടെ കൊടുത്തു കേട്ടോ. നല്ല സന്തോഷത്തിൽ നിരപ്പം അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരാണ്. എനിക്ക് നേരത്തെ തന്നെ നൈറ്റിയൊക്കെ കയ്യോടെ കൊടുത്തു കേട്ടോ. അടുക്കളയിലായിരുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അച്ചാച്ചനും കൊടുത്തു. അച്ചാച്ചൻ തിരിച്ച് ഒരു റസ്കും കൊടുത്തിട്ടുണ്ട്. അവനും കൂടെ ഒരു മുണ്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായിക്കണം. ബിരിയാണി കഴിക്കാൻ പോവാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.